नमस्ते। आज हम देखेंगे हिंदी साहित्य के मशहूर मोहन रागेश द्वारा लिखा गया एक कहानी की ओर है। कहानी का नाम है मलबे का मालिक। देखिए, मलबे का मालिक श्री मोहन रागेश की बहुचर्चित कहानी है. ശ്രീ മോഹൻ രാഗേഷ് അദ്ദേഹത്തിൻ്റെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കഥയാണ് മൽബെ കാ മാലിക്, അതായത് അവശിഷ്ടങ്ങളുടെ ഉടമ എന്നത്. इसमें भारत विभाजन के वेदनाजनक घटना से उत्पन्न करुणाजनक परिस्थितियों का मार्मिक चित्रण हुआ है. ഈ കഥയിൽ ഇന്ത്യ വിഭജനത്തിൻ്റെ വേദനാജനകമായ സംഭവത്തിൽ നിന്നുണ്ടായ ദയനീയമായ പരിതസ്ഥിതികളുടെ ചിത്രീകരണമാണ് ഉണ്ടായിട്ടുള്ളത്. भारत का विभाजन हुआ. ഇന്ത്യ വിഭജനം നടന്നു. अनेक मुसलमान अमृतसर को छोड़कर लाहौर चले गए थे. ഒരുപാട് ഇസ്ലാം മതവിശ്വാസികൾ അമൃത്സർ വിട്ട് ലാഹോറിലേക്ക് പോയിരുന്നു. വിഭാജൻ കെ പഹലെ ഹി അബ്ദുൽ ഗാനി അമൃത്സർ സെ ലാഹോർ ചലാ ഗയാ ഥാ. വിഭജനത്തിന് മുൻപ് തന്നെ അബ്ദുൽ ഗാനി അമൃത്സർ വിട്ട് ലാഹോറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ലാഹോർ പാകിസ്ഥാൻ കാ ഭാഗ് ബന. ലാഹോർ പാകിസ്ഥാൻ്റെ ഭാഗമായി മാറി. गनी के नए मकान की रक्षा के लिए उसका बेटा चिराग दीन और उसका परिवार अमृतसर में ही रहे. ഗനി, അതായത് അബ്ദുൽ ഗാനിയുടെ പുതിയ വീട് സംരക്ഷിക്കാൻ വേണ്ടി തൻ്റെ മകനായ ചിരാഗ് ദീനും കുടുംബവും അമൃത്സറിൽ തന്നെ നിന്നു. ദംഗെ മേം സബ്കി ഹത്യ കി ഗയി. കലാപത്തിൽ എല്ലാവരെയും കൊന്നൊടുക്കി. इसके पीछे रखे पहलवान का हाथ था जो चिराग दीन का दोस्त था. ഇതിനു പിന്നിൽ രഖേ എന്ന ഗുസ്തിക്കാരൻ്റെ കൈയുണ്ടായിരുന്നു. അയാൾ ചിരാഗ് ദീനിൻ്റെ കൂട്ടുകാരനായിരുന്നു. दंग करने वालों ने चिराग दीन का घर जला डाला और वो मलबा बन गया. കലാപം ചെയ്യുന്നവർ ചിരാഗ് ദീനിൻ്റെ വീടും കത്തിച്ച് അത് അവശിഷ്ടങ്ങളായി മാറി. रखे पहलवान अपने आप को उस मलबे का मालिक समझता था. രഖ എന്ന ഗുസ്തിക്കാരൻ സ്വയം മനസ്സിലാക്കിയിരുന്നത് ആ അവശിഷ്ടങ്ങളുടെ ഉടമ എന്നായിരുന്നു. ഭാരത് കെ വിഭാജൻ കോ ഹുവേ 7.5 साल बीत गए. ഇന്ത്യ വിഭജനം നടന്നിട്ട് 7.5 കൊല്ലം കഴിഞ്ഞുപോയി. अमृतसर के हॉकी मैच देखने के बहाने कुछ मुसलमान लाहौर से अमृतसर आए. അമൃത്സറിലെ ഹോക്കി മാച്ച് കാണാനെന്ന പേരിൽ കുറച്ച് മുസ്ലിങ്ങൾ ലാഹോറിൽ നിന്നും അമൃത്സറിലേക്ക് വന്നു. असल में उनके मन में अपने घरों और बाज़ारों को देखने की इच्छा थी. വാസ്തവത്തിൽ അവരുടെ മനസ്സിൽ തങ്ങളുടെ വീടുകളും മാർക്കറ്റുകളും കാണാനുള്ള ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്. अब्दुल गनी को भी चिराग दीन के मकान को देखने की इच्छा हुई जो जलकर मलबा बन चुका था. അബ്ദുൽ ഗനിക്കും ചിരാഗ് ദീനിൻ്റെ കത്തി നശിച്ച് അവശിഷ്ടങ്ങളായി മാറിയിരുന്ന ആ വീട് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഗനി കൈ പുരാനെ പരിചിതോൻസേ മില. ഗനി ഒരുപാട് പഴയ പരിചയക്കാരെ കണ്ടു. ഗനി കെ ആഗമൻ സേ മുഹല്ലെ വാലെ ഘബറായെ. ഗനിയുടെ വരവ് കണ്ട് അവിടെയുള്ള പ്രദേശവാസികളെല്ലാവരും പരിഭ്രമിച്ചു. സബ് സോച്ചനെ ലഗേ കി ഗനി ബദല ലേനെ കെ ലിയെ ആയാ ഹെ. എല്ലാവരും തന്നെ ചിന്തിക്കാൻ തുടങ്ങി, ഗനി പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന്. കിന്തു ഗനീനെ രഖേ പഹൽവാൻ കെ കന്ധേ പർ ഹാത്ത് രഖ്കർ കഹാ. എന്നാൽ ഗനി രഖേ എന്ന ഗുസ്തിക്കാരൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ജോ ഹോനാ ഥാ സോ ഹോ ഗയാ. എന്താണോ സംഭവിക്കേണ്ടിയിരുന്നത് അത് സംഭവിച്ചു. അതായത് വിധി എന്തായാലും തന്നെ അത് സംഭവിച്ചു. അബ് ചിരാഗ് കോ കോയി ലൗട്ടാ നഹീ സക്ത. ഇപ്പോൾ ചിരാഗിനെ ആർക്കും തന്നെ തിരിച്ചു തരാൻ കഴിയില്ല. ഖുദാ ഭലെ കോ ഭല ബനായേ ഓർ ബുരേ കി ബുരായി മാഫ് കർ ദേ. ദൈവം നല്ലത് ചെയ്യട്ടെ, തിന്മകളെ പൊറുക്കുകയും ചെയ്യട്ടെ. ഗനി കി ബാത് സുൻകർ രഖേ പഹൽവാൻ കെ മുഹ് സേ കോയി ശബ്ദ് നഹീ നിക്കല. ഗനിയുടെ വാക്കുകൾ കേട്ടിട്ട് രഖേ പഹൽവാൻ്റെ വായിൽ നിന്നും ഒരു വാക്കുകൾ പോലും പുറത്തു വന്നില്ല. ഗനി ചലാ ഗയ. ഗനി അവിടെ നിന്നും പോയി. രഖേക്ക് മൻമേ ഗ്ലാനി ഹുയി. രഖയുടെ മനസ്സിൽ കുറ്റബോധം വന്നു. രാത് കോ വിശ്രാം കർനെ കെ ലിയെ രഖേ പഹൽവാൻ അപ്നെ മൽബെ പർ പഹുഞ്ച. രാത്രിയിൽ വിശ്രമിക്കാൻ വേണ്ടി രഖേ പഹൽവാൻ തൻ്റെ തകർന്ന് അവശിഷ്ടമായി കിടക്കുന്ന ആ വീട്ടിലേക്ക് എത്തി. ഏക്ക് കുത്ത ഉസ് മൽബെ കാ മാലിക് ബൻകർ പഹൽവാൻ കോ ദേഖ്കർ ഭൂങ്കനെ ലഗ. അപ്പോൾ അവിടെ ഒരു പട്ടി
ആ തകർന്ന് നാമാവശേഷമായിരിക്കുന്ന വീടിൻ്റെ ഉടമ എന്ന രീതിയിൽ പഹൽവാനെ നോക്കി കുരയ്ക്കാൻ തുടങ്ങി. മൽബെ കാ മാലിക് കഹാനി കോ ഹർ ഏക് പാഠക് കെ മൻ കോ പ്രഭാവിത് കർനെ കി അപൂർവ ക്ഷമത ഹെ. മൽബെ കാ മാലിക് എന്ന കഥയ്ക്ക് ഓരോ വായനക്കാരൻ്റെയും മനസ്സിനെ സ്വാധീനിക്കാനുള്ള അപൂർവമായ അല്ലെങ്കിൽ അസാധാരണമായ കഴിവുണ്ട്. लेखक ने स्पष्ट किया है कि सांप्रदायिकता के कारण मानवीय गुणों का लोप हो जाता है. സാമ്പ്രദായികത का मतलब വർഗീയത, അതായത് വർഗീയത മൂലം മാനുഷിക ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ് എന്നത് ലേഖകനിവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. पहले जो हिंदू और मुसलमान भाई भाई बनकर रहे थे वे ही एक दूसरे के हथियारे बने थे. ആദ്യമൊക്കെ ഹിന്ദു മുസ്ലിം സഹോദരങ്ങളായിട്ടാണ് ജീവിച്ചിരുന്നത്. എന്നാൽ അവർ തന്നെയാണ് ഇപ്പോൾ പരസ്പരം കൊലപാതകികളായി കൊണ്ടിരിക്കുന്നതും. विभाजन के बाद दोनों के बीच जो भीतरी सौहार्द और भाईचारे की भावना थी उसे चित्रित करना भी लेखक का उद्देश्य है. വിഭജനത്തിനു ശേഷം രണ്ട് കൂട്ടർക്കുമിടയിലുള്ള ഉള്ളിലെ സൗഹൃദവും സാഹോദര്യവും ചിത്രീകരിക്കുക എന്ന ഉദ്ദേശ്യമാണ് ഇവിടെ ലേഖകനുള്ളത്. इस उद्देश्य में लेखक को पूर्ण रूप से सफलता मिली है. ഈ ഉദ്ദേശത്തിൽ ലേഖകന് പൂർണ്ണമായ സഫലത ലഭിച്ചിട്ടുണ്ട്. മൽബെ കാ മാലിക് ഭാരത വിഭാജൻ की पृष्ठभूमि पर लिखित एक अमर कथा कृति है. മൽബെ കാ മാലിക് ഇന്ത്യ വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു അനശ്വര കഥയാണ്.